നൃത്തപരിപാടിക്കിടെ ഗ്യാലറിയിൽ നിന്ന് വീണ പരിക്കേറ്റ ഉമാ തോമസ് എം.എൽ.എ വെന്റിലേറ്ററിൽ തുടരുന്നു. തലച്ചോറിനേറ്റ ക്ഷതം വ്യാപിക്കാത്തത് ആശ്വാസമാണെങ്കിലും ശ്വാസകോശത്തിലെ ചതവും രക്തം കെട്ടിക്കിടക്കുന്നതും ഗൌരവമുള്ളതാണ്. ആന്റിബയോട്ടിക്കുകൾ നൽകി വരികയാണെന്നും മെഡിക്കൽ സംഘം അറിയിച്ചു. ശ്വാസകോശത്തിലെ ചതവുകൾ ഗുരുതരമായതിനാൽ ഉമാ തോമസ് കുറച്ചധിക ദിവസം കൂടി വെന്റിലേറ്ററിൽ തുടരേണ്ടി വരും. ആന്തരിക രക്തസ്രാവം വർദ്ധിക്കാത്തതും തലച്ചോറിലെ പരിക്കുകൾ കൂടുതൽ ഗുരുതരമാകാത്തതും ആശ്വാസകരമാണെന്ന് ഡോക്ടർമാർ പറയുന്നു. ശ്വാസകോശത്തിലെ അണുബാധ മാറ്റാൻ ആന്റിബയോട്ടിക്കുകൾ നൽകി വരികയാണെന്നും മെഡിക്കൽ ബോർഡ് യോഗത്തിന് ശേഷം ഡോക്ടർമാർ അറിയിച്ചു. ബ്രെയിനിൽ അതേമാതിരി തന്നെ നിൽക്കുന്നു, മോശമായിട്ടില്ല. നമുക്കിപ്പോൾ ഒരു ചാലഞ്ച് ആയിട്ടുള്ളത് ലങ്സിലാണ്. ലങ്സിൽ നല്ല ഇന്നലത്തെ ചതവ് വന്നിട്ട് ആ ചതവിനകത്ത് കൂടി ഉണ്ടായിരിക്കുന്ന രക്തസ്രാവം എന്ന് പറഞ്ഞാൽ രക്തം ആസ്പിറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 2 കുഴലാണ്. അപ്പോൾ ഈ രക്തം ബ്ലീഡ് ചെയ്തിട്ട് മൂക്കിൽ നിന്നും വായുന്നു അത് നേരെ ലങ്സിൽ പോയിട്ട് അത് കളക്ട് ചെയ്തിട്ട് ലങ്സിൽ കെട്ടിക്കിട്ടും. ആ ഒരു ഇതുള്ളത് കൊണ്ട് ഇത് നമുക്ക് വെന്റിലേഷനിൽ തന്നെയാണ്. കുറച്ച് അധികം ദിവസം വെന്റിലേഷൻ വേണ്ടിവരും എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ ഗാലറിയിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റ ഉമാ തോമസിനെ ഇന്നലെ വൈകുന്നേരമാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തലയ്ക്കും ശ്വാസകോശത്തിനുമാണ് കൂടുതൽ പരിക്കുകളുള്ളത്. നട്ടെല്ലിന് പരിക്കുണ്ടെങ്കിലും സാരമുള്ളതല്ല. കോട്ടയത്ത് നിന്നെത്തിയ വിദഗ്ധ സംഘവും പരിശോധനകൾ നടത്തി. മീഡിയ 1 കൊച്ചി.